നമസ്കാരം. ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത്, എല്ലാ വീടുകളിലും മാസ്റ്റർ ബെഡ്റൂമുണ്ട് അല്ലേ? എല്ലാ വീടുകളിലും, പ്രത്യേകിച്ച് കുടുംബത്തിലെ ഗ്രഹനാഥനും ഗ്രഹനാഥയും കിടക്കുന്ന റൂമാണ് മാസ്റ്റർ ബെഡ്റൂം. ആ മാസ്റ്റർ ബെഡ്റൂം എവിടെ വേണം എന്നുള്ള ഒരു സംശയമാണ് ഒത്തിരി ആൾക്കാരോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. നോർമലി എല്ലാവരും മാസ്റ്റർ ബെഡ്റൂം എടുക്കുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള റൂമിലായിരിക്കും മാസ്റ്റർ ബെഡ്റൂം എടുക്കുന്നത്. പക്ഷേ ഞാൻ പറയാറുണ്ട്, അങ്ങനെ എടുക്കാൻ പാടില്ല. കാരണം ഒരു വീട്ടിൽ താമസിക്കുന്ന ഗ്രഹനാഥന് സൂട്ടബിളായിട്ടുള്ള ഒരു സ്പേസിൽ വേണം നമ്മൾ മാസ്റ്റർ ബെഡ്റൂം തിരഞ്ഞെടുക്കേണ്ടത്. പുതിയൊരു വീട് വയ്ക്കുകയാണെങ്കിൽ അടുത്ത ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥയുടെയും ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷമാണ് കിച്ചൺ എവിടെ വേണം, മാസ്റ്റർ ബെഡ്റൂം എവിടെ വേണം, ഇതൊക്കെ നമുക്ക് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ശരിക്കും ഈ കന്നിമൂല ഭാഗത്ത് മാസ്റ്റർ ബെഡ്റൂം എടുക്കുമ്പോൾ കിഴക്ക് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ് അവിടെ കിടക്കുകയാണെങ്കിൽ അവർക്ക് ഇല്ലാത്ത അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം അവിടുത്തെ എനർജി ലെവൽ നമുക്ക് സൂട്ടബിൾ അല്ലാത്ത രീതിയിലാണ് വരുന്നത്. ആ എനർജി ലെവൽ കറക്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് പുതിയൊരു വീട് വയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ആ വീടിൻ്റെ പ്ലാൻ കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവരവരുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്ന ഭാഗം അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ കിച്ചൺ വരുന്ന ഭാഗമൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ഒന്ന് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ തന്നെ വളരെ നല്ലൊരു മാറ്റം ഉണ്ടാകും. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവ മടക്കുപേരാശ്രമ മഠാധിപതിയും തേജസ് ഫെങ്ഷി ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ജ്യോതിഷ സംബന്ധമായിട്ടോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യും. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം. നേരത്തെ പറഞ്ഞ വിഷയത്തിലൂടെ കിടക്കുകയാണ്. കിഴക്ക് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തികൾക്ക് വീടുണ്ടാക്കുമ്പോൾ അവരുടെ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം എപ്പോഴും നമുക്ക് ഏറ്റവും നല്ലത് വീടിൻ്റെ തെക്ക് ഭാഗത്തോ അല്ലെങ്കിൽ വടക്ക് ഭാഗത്തോ ആണ് വേണ്ടത്. കിഴക്ക് വിഭാഗം. അപ്പോൾ ഈ കിഴക്ക് വിഭാഗം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി. നമ്മുടെ ഭാഗ്യസംഖ്യ നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ആ ഭാഗ്യസംഖ്യ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ കിഴക്ക് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്, പടിഞ്ഞാറ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്. അതിൽ 1, 3, അതേപോലെ തന്നെ 4, 9 എന്നിവ വരുന്നത് കിഴക്ക് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. 1, 3, 9, അതേപോലെ 4 ഇത്രയും വിഭാഗത്തിൽപ്പെട്ടത്. അത് നമ്പർ വരുമ്പോൾ 1, 3, 4, 9 ഈ സംഖ്യകളിലൊക്കെ കിട്ടുന്ന ആൾക്കാർക്ക് കിഴക്ക് വിഭാഗത്തിൽ അവർക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്നത് കിഴക്ക് നിന്നായിരിക്കും. അതുകൊണ്ട് കിഴക്ക് നിന്ന് പോസിറ്റീവ് എനർജി കിട്ടും. നമുക്ക് അവരുടെ ആരോഗ്യത്തിൻ്റെ ഒരു തട്ടെന്ന് പറയുമ്പോൾ എപ്പോഴും വടക്കോ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ തെക്ക് വരാം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വടക്കോ അല്ലെങ്കിൽ തെക്കോ ആയിരിക്കണം അവരുടെ മാസ്റ്റർ ബെഡ്റൂം വരേണ്ടത്. എന്നാൽ പടിഞ്ഞാറ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ഈ പറയുന്ന കന്നിമൂല ഭാഗത്തോ വായുകോണിലോ പടിഞ്ഞാറ് ഭാഗത്തൊക്കെ ബെഡ്റൂം വരുന്നതിന് തെറ്റില്ല. അപ്പോൾ പടിഞ്ഞാറ് വിഭാഗത്തിൽപ്പെട്ടുള്ള ഏത് നമ്പറിലുള്ള ആൾക്കാരെന്നറിയാമോ? 2, 5, 6, 7, 8 ഈ നമ്പറിൽ വരുന്നതാണ് പടിഞ്ഞാറ് വിഭാഗത്തിൽപ്പെട്ട്. അവർക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്നത് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക് ഈ ഭാഗത്താണ്. അപ്പോൾ ഇപ്പം ചോദിക്കും, എൻ്റെ ഭാര്യയും ഞാനിവിടെ ഉള്ളത് ഞാൻ കണ്ടൊരു നമ്പർ കിഴക്ക് വിഭാഗവും പടിഞ്ഞാറ് വിഭാഗം എന്ന് പറയും. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഗ്രഹനാഥൻ ആരാണോ, ഗ്രഹനാഥൻ എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് പുറത്തു പോയി അധ്വാനിച്ച് കൊണ്ടുവരുന്ന ആളെയാണ് ഗ്രഹനാഥൻ എന്ന് പറയുന്നത്. കാരണം ആ ആൾ പോകാതിരുന്നാൽ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി കുറയും. അതുകൊണ്ട് ആക്റ്റീവായിട്ട് ആരാണോ വർക്ക് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ ഗ്രഹനാഥൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗ്രഹനാഥന് സൂട്ടബിളായിട്ടുള്ള സ്പേസിൽ വേണം നമ്മുടെ ബെഡ്റൂം അറേഞ്ച് ചെയ്യേണ്ടത്. അതിൽ നമുക്കൊരു ഇപ്പം പടിഞ്ഞാറ് വിഭാഗത്തിൽപ്പെട്ട ഗ്രഹനാഥയ്ക്കാണെങ്കിൽ അതനുസരിച്ച് വേണം നമ്മൾ വീട്ടിലെ കിച്ചൺ എവിടെയാണ് സെറ്റ് ചെയ്യേണ്ടത്. പടിഞ്ഞാറ് വിഭാഗത്തിൽപ്പെട്ട ഗ്രഹനാഥയ്ക്ക് വടക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ സെറ്റ് ചെയ്യാം, ഏറ്റവും പവർഫുൾ ബെറ്ററാണ്. കിഴക്ക് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഗ്രഹനാഥയ്ക്കാണെങ്കിലോ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 1-ാം സ്ഥാനം വടക്ക് കിഴക്ക് കിച്ചണ്, 2-ാം സ്ഥാനം തെക്ക് കിഴക്ക്, 3-ാം സ്ഥാനം ഇവിടെ രണ്ടിനും സൗകര്യം ഇല്ലെങ്കിൽ മാത്രമേ വായുകോണ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിച്ചൺ ആവാറുള്ളൂ. ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ പുതിയൊരു പ്ലാൻ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം എവിടെ വരണം എന്ന് തീരുമാനിക്കാൻ. അല്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെന്ന് കയറുമ്പം തന്നെ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. നമുക്ക് എന്താ പറയുക, ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം തടസ്സമായിരിക്കും. വിട്ടുവിട്ടുള്ള അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. മനസ്സമാധാനമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സാമ്പത്തികമായിട്ട് കയ്യിൽ വന്നു കഴിഞ്ഞാൽ അത് കയ്യിൽ നിൽക്കാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാം, ബെഡ്റൂം
ഗ്രഹനാഥന് സൂട്ടബിളായിട്ടുള്ള സ്പേസിൽ തന്നെ വേണം. അതുകൊണ്ട് നിങ്ങളത് കറക്റ്റ് ചെയ്യുക. മറ്റൊരു അറിയിപ്പ് പറയുന്നുള്ളത്, സുരിതമ്മയുടെ കുബേരാശ്രമത്തിൽ ഇവിടെ ലാഫിംഗ് ബുദ്ധ ക്ഷേത്രമുണ്ട്. മെയ് 8 ലാഫിംഗ് ബുദ്ധയുടെ ജന്മദിനം, അല്ലെങ്കിൽ കുബേര ജയന്തി നമ്മൾ പറയുന്നത്. അപ്പോൾ മെയ് 8 നമുക്കിവിടെ വിശേഷാൽ പൂജകളൊക്കെ ഉണ്ട്. അതിൽ കുബേര ഹോമമുണ്ട്. അതേപോലെ തന്നെ ഭക്തജനങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ പറ്റുന്ന കുബേര പൂജയുണ്ട്, പുഷ്പാഭിഷേകമുണ്ട്. കുബേര ഭഗവാന് പുഷ്പം കൊണ്ട് അഭിഷേകം ചെയ്യുക, അതിന് പുഷ്പാഭിഷേകമുണ്ട്, കലശമുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പം ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നടത്തണം എന്ന് ഉണ്ടെങ്കിൽ നേരത്തെ ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്തോണ്ട്. ഇപ്പം തന്നെ ഓൾറെഡി കുറേ ബുക്കിംഗ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ മെയ് 8, 9, 10 ദിവസങ്ങളിലാണ് നമ്മൾ ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. മെയ് 8, 9, 10, അതായത് മെയ് 8 വെള്ളിയാഴ്ച, 9 സെക്കൻഡ് സാറ്റർഡേ ആണ്, 10 ഞായറാഴ്ചയാണ് വരുന്നത്. അതുകൊണ്ട് ആൾക്കാർക്ക് വരാനുള്ള സൗകര്യം വളരെയുണ്ട്. മെയ് 8 അന്ന് കുബേര ജയന്തി, 9 അന്ന് കുബേര പൂജ, 10 വിഷ്ണുമായ സ്വാമിക്ക് കലശം, അതായത് വാർഷികം, വിഷ്ണുമായ സ്വാമി പ്രതിഷ്ഠ വാർഷികമായിട്ട് ആണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ താല്പര്യമുള്ളവർ പങ്കെടുത്തോളും. അപ്പം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതിൽ കൊടുത്തേക്കാം, എന്ന് വിളിച്ചോളൂ. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും അതിനുമൊരു കാര്യം പറയാനുണ്ട്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, മണി ബട്ടൺ ഇവിടെ പ്രസ് ചെയ്തോളൂ കേട്ടോ. അപ്പം അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.